بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയ സഹോദരന്മാരെ, ഇന്ന് നാം സംസാരിക്കുന്നത് മൂന്ന് വിഭാഗം ജനങ്ങൾ. ഇന്നലെ പറഞ്ഞു വെച്ചത് ലോകാവസാനം എന്ന വലിയ ഒരു വിഷയം വളരെ വളരെ ചെറുതായി അവതരിപ്പിക്കുകയാണ് നാം ചെയ്തത്. ലോകാവസാനം എന്ന വലിയ ഒരു വിഷയം വളരെ ചെറുതായി അവതരിപ്പിക്കേണ്ടി വന്നു. അതാണ് ഇന്നലെ നാം ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് വിഭാഗം ജനങ്ങൾ എന്ന വളരെ കാര്യപ്രസക്തമായ ഒരു വിഷയമാണ്. അഥവാ ലോകാവസാനം നടക്കുകയാണ്. ആ ലോകാവസാനത്തിന്റെ ചെറിയ ഒരു ചിത്രം. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ, ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടാൽ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ ഇടിപൊടിയാക്കി കഴിഞ്ഞാൽ, ഫകാനത് ഹബാഅം മുൻബസ്സാ, ആ പർവ്വതങ്ങളൊക്കെ ഡൂളികളായി, അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡൂളികളായി, പൊടിപടലങ്ങളായി മാറിക്കഴിഞ്ഞാൽ, ഫകാനത് ഹബാഅം മുൻബസ്സാ, ഇതോടുകൂടെ ലോകാവസാനം നടക്കുകയായി. അപ്പൊ ഭൂമി വിറക്കലാണ് ലോകാവസാനത്തിന്റെ തുടക്കം. ലോകാവസാന ചിത്രം തുടങ്ങുന്നത് ഭൂമി വിറക്കുന്നതോടുകൂടെയാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. എന്നാലോ ആ ഭൂമി പ്രകമ്പനം കൊള്ളണമെങ്കിൽ ആദ്യമായി മലകൾ, പർവ്വതങ്ങൾ മുഴുവനും തട്ടിത്തകർക്കണം. കാരണം ആണി ഇളക്കിയെങ്കിലേ ഇളകൂ എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ആണി ഇങ്ങോട്ട് തട്ടിമാറ്റിയാൽ, ആണി തട്ടിമാറ്റുമെന്നത് സത്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഈ കാര്യം പറഞ്ഞത് കാണാം. ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ. നബിയെ, അവർ നിങ്ങളോട് ചോദിക്കും, ഭൂമി കുലുങ്ങും, ഭൂമി പ്രകമ്പനം കൊണ്ട് ആകെ തകരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എങ്ങനെയാ ഭൂമി തകരുന്നത്? ഭൂമി ശരിക്ക് നിങ്ങൾ ഇന്ന് തരിപ്പയിലിട്ട് സാധനം കുലുക്കി അരിക്കുന്നത് പോലെ ഭൂമി ശരിക്കാട്ടിയുലഞ്ഞ് ഭൂമിയിലുള്ളത് മുഴുവനും ഭൂമി മേലോട്ടും താഴോട്ടും ഒക്കെ എറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുക,
ചോദിക്കുകയാണ്. സ്വാഭാവികമായി മനുഷ്യർ ചോദിക്കും, നബിയേ, അന്ന് ഈ പർവ്വതങ്ങളൊക്കെ എന്താ ആവുക? യസ്അലൂനക അനിൽ ജിബാൽ, ഉയർന്നു നിൽക്കുന്ന അമ്പരച്ചുംബികളായ പർവ്വതങ്ങളെ കുറിച്ച് അവർ ചോദിക്കുമല്ലോ നബിയേ. ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, ഫഖുൽ, നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ എത്ര തന്നെ കടുപ്പമുള്ള പർവ്വതങ്ങളാണോ കാണുന്നത്, ശരിയാ, പക്ഷേ എന്റെ റബ്ബ് അതിനെ പൊടി പൊടിക്കും. എന്റെ നാഥൻ ആ പർവ്വതങ്ങളെ പൊടി പൊടിയാക്കുമെന്ന് നബിയെ നിങ്ങൾ അവരോട് പറയുക. സൂറത്തു താഹയുടെ 105-ാം വചനം. ഇങ്ങനെ പർവ്വതങ്ങൾ തകർക്കപ്പെടുമെന്ന് അല്ലാഹു ഒരു സ്ഥലത്ത് മാത്രമല്ല പറയുന്നത്, പല സ്ഥലങ്ങളിലും പറയുന്നത്. യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ വകാനത്തിൽ ജിബാലു കസീബം മഹീലാ. യൗമ തർജുഫുൽ അർദ്, ഭൂമി വിറക്കുകയും, വൽ ജിബാൽ, പർവ്വതങ്ങളും ഭൂമിയും വിറച്ച്, വകാനത്തിൽ ജിബാലു കസീബം മഹീലാ, പർവ്വതങ്ങള് കസീബം മഹീലാ, നീക്കപ്പെട്ട മണൽ കൂമ്പാരം പോലെയായി മാറും. കസീബം മഹീല, വലിയ മണൽ കൂമ്പാരം. ആ കൂമ്പാരം ഇങ്ങനെ കുന്നായിട്ട്, പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് ഒരു കുന്നായിട്ട് ഇങ്ങനെ കിടക്കുകയല്ല, നീക്കി നിരപ്പാക്കിയ മണൽ കൂമ്പാരം പോലെ. ആ മണൽ കൂമ്പാരം തട്ടി നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണോ അവസ്ഥ? അപ്പൊ പർവ്വതങ്ങൾ പൊടിഞ്ഞ പൊടിയായിരിക്കും ഭൂമിയിലാകെ. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന നീക്കിയ മണൽ കൂമ്പാരം പോലെ. കാനത്തിൽ ജിബാലു കസീബം മഹീലാ. ഇതൊക്കെ ഇവിടെ ഉണ്ടാകാൻ, പിന്നെ ഈ ലോകത്തിന് ഒരിക്കലും ഉണ്മയില്ല. അതാണ് ഭൂമിയുടെ മരണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, സൂര്യന്റെ മരണം, ഭൂമിയുടെ മരണം, ഇതൊക്കെ ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാര് ശരിവെച്ച യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ഭൂമി മരിക്കും എന്ന കാര്യം സത്യമാണ്. അപ്പൊ ഭൂമി മരിക്കുകയാണ്. ഇനി നോക്കുക, ഈ ഭൂമി മരിച്ചാൽ, ഈ ലോകം നശിച്ചാൽ, ഈ ലോകത്ത് ശിക്ഷാരക്ഷകൾ നൽകപ്പെടേണ്ടവർക്ക് ഇവിടെ നിന്ന് നൽകപ്പെട്ടിട്ടില്ല. പലപ്പോഴും നീതിപൂർവം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ടെസ്റ്റിന്റെ ലോകമാണ്. ഇതാളെ പരീക്ഷിക്കുന്ന ലോകമാണ്. പരീക്ഷണ ലോകത്തു നിന്ന് ഒരിക്കലും നീതിയോട് കൂടി പ്രതിഫലം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ലോകം അവസാനിച്ചു എന്നതിന്റെ അർത്ഥം ഇനി മറ്റൊരു ലോകം തുടങ്ങണമെന്നാണ്. മറ്റൊരു ലോകം തുടങ്ങണമെന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു ലോകം തുടങ്ങുന്നില്ലെങ്കിൽ ഈ ലോകം അവസാനിക്കേണ്ടതില്ലായിരുന്നു. ലോകം ഇങ്ങനെ തലമുറകളായി തുടർന്നാൽ മതിയായിരുന്നു. പക്ഷെ ഈ ലോകം അസ്തമിച്ചാൽ, ഈ ലോകം അവസാനിച്ചാൽ അതിന്റെ അർത്ഥം മറ്റൊരു ലോകം തുടങ്ങിക്കൊള്ളണമെന്നാണ്. അപ്പൊ പരലോകത്തിന്റെ തുടക്കമായി. അങ്ങനെ പരലോകം നടക്കുന്നു, പുനരുത്ഥാനം നടന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ 3 വിഭാഗമായിരിക്കും. അന്ന് നിങ്ങൾ 3 വിഭാഗമായിരിക്കും, 3 ഗ്രൂപ്പായിരിക്കും പരലോകത്ത്. അതാണ് കേട്ടോ സൂറത്തുൽ വാഖിയയുടെ പ്രധാന സന്ദേശം. നമ്മൾ എന്തൊക്കെ ഈ വിഷയത്തിൽ കടന്നുവന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ടോ അതൊക്കെ ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഖുർആനിന്റെ സൂറത്തുൽ വാഖിയയുടെ മുദ്രാവാക്യം നിങ്ങൾ പരലോകത്ത് 3 വിഭാഗമാണ്. ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറയുന്ന മുഖറബീങ്ങൾ, സാബിഖീങ്ങൾ എന്ന് പറയുന്ന ഉത്തമ വിഭാഗം, അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന മധ്യമ വിഭാഗം, അസ്ഹാബു ഷിമാൽ എന്ന് പറയുന്ന ഹദബാഗിർ, അദമർ. ഇങ്ങനെ 3 വിഭാഗമാണ്. അവരുടെ നല്ല ഗതിയും അവരുടെ ദുർഗതിയും പറയുന്ന സൂറയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ വാഖിയ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളന്ന് 3 വിഭാഗങ്ങളായി തീരും. ഇനി ഹ്രസ്വമായ ഒരു അവതരണം. എത്ര വിഭാഗമാണെന്ന് ഹ്രസ്വമായ ഒരു അവതരണം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് വിശദമായ അവതരണം. മുഖറബീങ്ങൾ ആരാണ്, മുഖറബീങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് മധ്യമവിഭാഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണ്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാറ്റം അധമരായ ഹതഭാഗ്യർക്ക് കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ പോവാണ്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് 3 വിഭാഗം ജനങ്ങളുണ്ട് എന്ന് ചുരുക്കി അങ്ങ് അവതരിപ്പിക്കാൻ. അപ്പോൾ സൗഭാഗ്യവാന്മാർ ഒരു വിഭാഗമാണ്. അസ്ഹാബുൽ മൈമന